ഗുജറാത്തിൽ നടന്ന റെയ്ഡിൽ അനധികൃതമായി നുഴഞ്ഞുകയറിയ 1000-ലധികം ബംഗ്ലാദേശികൾ അറസ്റ്റിൽ. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ വ്യാപക റെയ്ഡിലാണ് ഇവരെ പിടികൂടിയിരിക്കുന്നത്. ഇതിൽ 2 പേർ അൽ-ഖ്വയ്ദയുടെ സ്ലീപ്പർ സെല്ലിൽ ഉൾപ്പെട്ടവരാണ് എന്ന സംശയവും പോലീസ് ഉയർത്തുന്നുണ്ട്. അഹമ്മദാബാദ്, സൂറത്ത് നഗരങ്ങളിൽ മാത്രം നടത്തിയ റെയ്ഡിലാണ് 1024 ബംഗ്ലാദേശി പൗരന്മാർ പിടിയിലായിരിക്കുന്നത്. ഗുജറാത്തിൽ താമസിക്കുന്ന എല്ലാ ബംഗ്ലാദേശ് പൗരന്മാർക്കും കീഴടങ്ങാൻ സർക്കാർ സമയം നൽകിയിട്ടുണ്ട് എന്നാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇവരും പാകിസ്ഥാനുമായി കൈകോർത്തുകൊണ്ട് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നവരാണോ എന്നതും സംശയം ഉയർന്നു കേൾക്കുന്നുണ്ട്. അതേസമയം ഇത്തരത്തിലുള്ള തീവ്രവാദ സ്ലീപ്പർ സെല്ലുകൾ നമ്മൾ പോലും അറിയാതെ നമ്മൾക്കിടയിൽ തന്നെ വ്യവഹരിക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത. ഇത്തരത്തിലുള്ളവർ വിവിധ മതഭീകര സംഘടനയിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുകയും അവർ പിന്നീട് വലിയ ഭീകരന്മാരായി നാടിന് വിപത്താകുകയുമാണ് ചെയ്യുന്നത്. തീവ്രവാദ ഗ്രൂപ്പുകളുടെ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് അവരുടെ ഹാൻഡിലുകളിൽ അവിടെ നിന്നും ലഭിക്കുന്ന നിർദ്ദേശം അനുസരിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് എന്നതാണ് മറ്റൊരു വസ്തുത. പല രീതിയിലുമുള്ള സ്ലീപ്പർ സെൽ തീവ്രവാദികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇവരെ തിരിച്ചറിയുക വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇവർക്ക് പ്രത്യേക സംഘടനയോ ഒന്നും തന്നെയില്ല. സാധാരണക്കാരെ പോലെ തന്നെ നമ്മൾക്കിടയിൽ നമ്മളിൽ ഒരാളായിട്ടാണ് ഇവർ സ്ലീപ്പർ സെല്ലുകളായി പ്രവർത്തിക്കുന്നതും. അതേസമയം അനധികൃതമായി താമസിക്കുന്ന എല്ലാവരെയും നാടുകടത്താനുള്ള ശ്രമം തുടർന്നു വരികയാണെന്നാണ് ഇപ്പോൾ സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നതും. കഴിഞ്ഞ ദിവസം രാത്രി മുതൽ ആരംഭിച്ച ഓപ്പറേഷനിലൂടെയാണ് ഇത്രയും പേരെ പിടികൂടിയിരിക്കുന്നത്. ഇതിൽ 890 പേർ അഹമ്മദാബാദിൽ നിന്നും 134 പേരെ സൂറത്തിൽ നിന്നുമാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പിടിയിലായവരെ നാടുകടത്തുമെന്നും DGP വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അനധികൃത താമസക്കാരോട് 2 ദിവസത്തിനകം തന്നെ പോലീസ് സ്റ്റേഷനുകളിൽ സ്വമേധയാ കീഴടങ്ങണമെന്നും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നുഴഞ്ഞുകയറ്റക്കാർക്ക് അഭയം നൽകുന്നവർക്കെതിരെയും കർശന നടപടിയെടുക്കുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം ഇക്കഴിഞ്ഞ ദിവസങ്ങളിലും വ്യാജരേഖകളുമായി ബംഗ്ലാദേശികൾ പിടിയിലായിരുന്നു. മഹാരാഷ്ട്രയിലെ നാസിക്കിലാണ് സംഭവം നടന്നത്. നിർമ്മാണത്തിലിരിക്കുന്ന ഒരു കെട്ടിടത്തിൽ പോലീസ് നടത്തിയ റെയ്ഡിലാണ് ബംഗ്ലാദേശിയായ ഒരു അമ്മയും മകനെയും അറസ്റ്റ് ചെയ്തതും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബംഗ്ലാദേശികൾ താവളം ഒരുക്കിയിരിക്കുകയാണ് എന്നതാണ് മറ്റൊരു വസ്തുത. ഇവരെ പിടികൂടി നാടുകടത്തുക എന്ന തീവ്ര ലക്ഷ്യത്തിലാണ് പോലീസ് ഉള്ളതും. അതുകൊണ്ട് തന്നെ നിരവധി സ്ഥലങ്ങളിൽ റെയ്ഡുകൾ പുരോഗമിക്കുകയാണ്. കൂടാതെ തന്നെ ഈ കേസിൽ പോലീസ് സ്ത്രീയുടെ ഭർത്താവിനെ തിരയുകയാണ്. ജുന്നാർ പോലീസാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നതും അതുപോലെ തന്നെ അന്വേഷണം നടത്തുന്നതും. ഈ ബംഗ്ലാദേശി പൗരന്മാരെ കുറിച്ച് പൂനെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് വിവരങ്ങൾ നൽകിയതിനെ തുടർന്നാണ് നാസിക് ജില്ലാ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫീസ് പോലീസ് ഭാഗ്യശ്രീ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജുന്നാർ നഗരത്തിലെ ഷിപ്പായി മൊഹല്ലയിൽ നിർമ്മാണത്തിലിരിക്കുന്ന റെസിഡൻസ് ഹൈറ്റ് ബിൽഡിംഗ് എന്ന കെട്ടിടം പോലീസ് റെയ്ഡ് ചെയ്യുകയും സനം മണ്ഡൽ എന്ന സദ്യയെയും അവരുടെ മകനെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു ചെയ്തത്. അതേസമയം ഭർത്താവ് ഷാ ആലം അബ്ദുൾ പോലീസ് പിടികൂടിയിട്ടില്ല. പോലീസ് അയാൾക്കായി തിരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. ചോദ്യം ചെയ്യലിൽ സ്ത്രീ താൻ ബംഗ്ലാദേശിയാണ് എന്ന് സമ്മതിച്ചതായും വ്യക്തമാവുന്നുണ്ട്. ഭർത്താവിനൊപ്പം ഇവിടെയാണ് താമസിക്കുന്നതെന്നും അവർ വ്യക്തമാക്കി. ഇന്ത്യക്കാരാണ് എന്ന് തെളിയിക്കാൻ വ്യാജരേഖകൾ നിർമ്മിച്ചതായും അറസ്റ്റിലായ സ്ത്രീ വ്യക്തമാക്കുന്നുണ്ട്. ആധാർ കാർഡ്, വോട്ടർ ID കാർഡ്, പാൻ കാർഡ് എന്നിവയൊക്കെ തന്നെ കൂടാതെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ടും യുവതിയുടെ കയ്യിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. അതേസമയം ആസാമിൽ 1.66 ലക്ഷം ബംഗ്ലാദേശ് നുഴഞ്ഞുകയറ്റക്കാർ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. അവരിൽ 30,100-ലധികം പേരെ സംസ്ഥാനത്ത് നിന്ന് ഇന്നുവരെ നാടുകടത്തിയിട്ടുണ്ട് എന്നും സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെ കുറിച്ചുള്ള പതിറ്റാണ്ടുകളായി നിലവിലുള്ള ആശങ്കകൾ പരിഹരിക്കുന്നതിനുള്ള സംസ്ഥാനത്തിന്റെ തുടർച്ചയായ ശ്രമങ്ങളെപ്പറ്റി ആസാം മുഖ്യമന്ത്രിയായ അതുൽ ബോറയാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കോൺഗ്രസ് MLA അബ്ദുൾ റഹീം അതുപോലെ അഹമ്മദ് നൽകിയ മറുപടിയിൽ 2024 ഡിസംബർ 31 വരെ ആകെ 1,65,531 കുടിയേറ്റക്കാർ അസമിൽ അനധികൃതമായി താമസിക്കുന്നതായും കണ്ടെത്തിയതായി വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ 32,870 നുഴഞ്ഞുകയറ്റക്കാർ 1966-നും 1971-നും ഇടയിൽ സംസ്ഥാനത്ത് പ്രവേശിച്ചവരാണ് എന്നും പറയുന്നു. അതേസമയം 1,32,661 പേർ പൗരത്വം നിർണ്ണയിക്കുന്നതിനുള്ള ക്വാഡ് ഓഫ് വർഷമായ 1971 മാർച്ചിന് ശേഷമാണ് വന്നത്. ഇതുവരെ 30,115 അനധികൃത വിദേശികളെ നാടുകടത്തിയിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. ചരിത്രപരമായി ആസാം അയൽരാജ്യമായ ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റത്തെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശിൽ നിന്നുള്ള വൻതോതിലുള്ള അനധികൃത കുടിയേറ്റം സംസ്ഥാനത്തെ നിരവധി ജില്ലകളുടെ ജനസംഖ്യാശാസ്ത്രത്തെ മാറ്റിമറിച്ചതായും വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.